നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ സർ, സ്വാതിയെ കാണാൻ പോയിട്ട് എന്തായി സർ? പൂജ, ഞാൻ അവളെ ചോദ്യം ചെയ്തു. ഷാർപ്പാണവൾ. കൃത്യമായ നിർദ്ദേശം അവൾക്ക് എവിടുന്നോ കിട്ടുന്നുണ്ട്. എന്നുവെച്ചാ ഒരു റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു പാവയെ പോലെയാ എനിക്ക് തോന്നിയത്. അപ്പോ പ്രതീക്ഷയ്ക്ക് വകയില്ലേ സർ? നമ്മളിനി എന്ത് ചെയ്യും സർ? ഏയ് പൂജ, നിരാശപ്പെടാതെ. ഞാൻ പൂജയെ തളർത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ ഒരു ഓപ്പറേഷനാ എതിരാളികൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണത്തിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവും. സർ, അജുവേട്ടനെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം അജുവേട്ടൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തു എന്നാ? എല്ലാവർക്കും ഉപകാരം മാത്രമേ അജുവേട്ടൻ ചെയ്തിട്ടുള്ളൂ. ഏതായാലും പൂജ വിഷമിക്കാതെ. ഞാനേതായാലും കൂടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ പൂജ. ഓക്കെ സർ. മോളെ, എന്തെങ്കിലും അറിഞ്ഞോ? കിരൺ സാറാ അമ്മ ഇപ്പൊ വിളിച്ചത്. എന്താ പറഞ്ഞേ? സാർ അന്വേഷണത്തിൽ തന്നെയാ. പക്ഷെ സ്വാതിക്ക് പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. അവരെ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊണ്ടുപോവാ. കിരൺ സാറ് സ്വാതിയെ കാണാൻ പോയിട്ട് അന്വേഷണത്തിന് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല. അമ്മ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ പോവാ. ഇതിപ്പോ ദുഷ്ടന്മാരുടെ ലോകം അമ്മ. നമ്മളെ പോലുള്ളവർക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. ദുഷ്ടരെ എന്നേക്കുമായി ദൈവം വളർത്തില്ല. അവർക്കുള്ള തിരിച്ചടി കിട്ടും. ഇല്ലമ്മേ, ഇപ്പൊ അവരുടെ കാല. പാവ എന്റെ മോൻ, അവന്റെ അവസ്ഥ ആലോചിക്കുമ്പോ ഹൃദയം പൊട്ട അമ്മ. ഓരോ ദിവസവും അവൻ പ്രതീക്ഷയോടെ ആലോചിക്കായിരിക്കുമല്ലേ, നാളെ നേരം വിളിക്കുമ്പോ വീട്ടിൽ പോകാൻ പറ്റുമെന്നൊക്കെ. ഒരിക്കലും അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയിടണമെന്നൊക്കെ അവൻ അറിയുന്നില്ലല്ലോ അമ്മ. മോളെ, കരയാതെ. ഇടയ്ക്ക് ധൈര്യത്തിൽ നിന്നതല്ലേ നീ കരയരുത്. എന്റെ ധൈര്യമൊക്കെ പോയി അച്ഛമ്മേ. എന്റെ മോളില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് കാണില്ലായിരുന്നു. ആ ജ്യോത്സ്യം പറഞ്ഞതുപോലൊക്കെ തന്നെ സംഭവിക്കുന്നല്ലോ. അർജുന്റെ ജയിൽവാസം നേരത്തെ കുട്ടി പറഞ്ഞിരുന്നു. നമ്മള് ദൈവങ്ങളോടൊക്കെ എന്ത് തെറ്റാമ്മേ ചെയ്ത്? ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നായിട്ട് കഷ്ടതകൾ ദൈവം വിധിച്ചു തരികയല്ലേ. ഞാനാ അജുവേട്ടനെ നിർബന്ധിച്ച് ഈ കേസ് എടുപ്പിച്ചത്. ഞാനാ അപ്പൊ ഇതിന്റെ ഉത്തരവാദി. എന്റെ മോളെ, നീ ഇങ്ങനൊന്നും പറയില്ലേ. വിധിയായിട്ട് ഒരുക്കി വെച്ചതാ ഇതൊക്കെ. അനുഭവിക്കാൻ എന്റെ മോന് യോഗം കിടക്കുന്നു. ദൈവമേ, എന്റെ ഈ മക്കളെ അധികം കരയിക്കല്ലേ.